ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരി ഉഴുന്നുമൊക്കെ സെപ്പറേറ്റ് അരയ്ക്കണമെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്നലെ വൈഫ് എന്ത് ചെയ്തു, ഉഴുന്നും സെപ്പറേറ്റ് ഇട്ടു, അരിയും സെപ്പറേറ്റ് ഇട്ട് കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുത്തത്. രണ്ട് സെപ്പറേറ്റായിട്ട് അരച്ചെടുത്തു. സാധാരണ ഞങ്ങൾ ഒന്നിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പച്ചരിയും ഉഴുന്നും സെപ്പറേറ്റ് ഇതേമാതിരി രണ്ട് പാത്രത്തിൽ ഇട്ട് വെച്ച് തലേന്ന് ഇട്ട് വെച്ച് പിറ്റേന്ന് കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേനും എടുത്ത് അരച്ചെടുത്തതാണ്. അന്നേരം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്നുള്ളത്. എന്തോ ആണെങ്കിലും നമ്മൾ അരച്ചെടുത്ത് രണ്ട് മാവ് കൂടെ, അതായത് ഉഴുന്നരച്ചതും അരി അരച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ലതുപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു തുള്ളി സോഡാപ്പൊടി പോലും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. തലേന്ന് രാത്രിയിൽ അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് നല്ല സുന്ദരമായ ദോശ ചുടാനും ഇഡ്ഡലി ചുടാനും പറ്റും. പക്ഷേ എങ്കിൽ ഞങ്ങൾ രാവിലെ ദോശ ചുട്ടില്ല, മാവെടുത്തില്ല. രാത്രിയിലാണ് ഞങ്ങൾ ദോശ ചുട്ട് കഴിക്കാമെന്ന് ഓർത്തത്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. നമുക്ക് കൂട്ടത്തിൽ നല്ല ചിക്കൻ പുരട്ടിയതും ഉണ്ടായിരുന്നു, നല്ല ആലു ഇട്ട സ്റ്റൂ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു.